അത് അങ്ങേയറ്റം തെറ്റായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്ന പല നീക്കങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആക്രമിക്കപ്പെടുന്നു. അത് തിരിച്ചറിയാതെ ധൃതരാഷ്ട്ര ആലിംഗനത്തിന് തയ്യാറായി നിൽക്കുന്ന, ഞങ്ങളൊന്ന് ആലിംഗനം ചെയ്യൂ ധൃതരാഷ്ട്രയെ പോലെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഉള്ളൊരു സന്ദേശം കൂടിയായിട്ട് ഇത് കണക്കാക്കാം. എന്തായാലും ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരണം. എല്ലാ മതനിരപേക്ഷവാദികളും ഈ പ്രശ്നത്തിനകത്ത് ഒരേ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇതൊരു കന്യാസ്ത്രീമാരുടെ പ്രശ്നം, അതുകൊണ്ട് ക്രിസ്ത്യൻ പ്രശ്നം നമ്മൾ കാണാൻ പാടില്ല. നേരത്തെ പൗരത്വ ഭേദഗതി നിയമം ഒരു മുസ്ലിം പ്രശ്നമല്ലാത്തതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണ്, എന്നാൽ ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല. ഇത് നാടിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമായി തന്നെ കാണണം. ഭരണഘടനാ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതാണ്. വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, ലോകത്തിലെ പല ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി അവരവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് രാജ്യത്തിനുള്ളത്. അതിൽ നിന്ന് വിരുദ്ധമായ നടപടിയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇത് തിരുത്തുന്നതിന് വേണ്ടി അവിടെ സർക്കാർ തയ്യാറാകണം. ഞാനിന്ന് ഉച്ചയ്ക്ക് അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. സർക്കാരും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കിത് ഓരോ ദിവസം ഓരോന്ന് കിട്ടണമെന്നല്ലാതെ ഇപ്പോൾ ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നില്ലെങ്കിൽ അയാൾ നിശബ്ദനായിരുന്നു എന്ന് പറയും, വേറൊരാൾ പറയും. നമുക്ക് നമ്മുടെ നാട് ഒരേപോലെ എടുത്തൊരു സമീപനത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള രീതികളിലല്ല നിൽക്കേണ്ടത്. നമ്മളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ അതങ്ങനെ അനുസ്മരണങ്ങൾ വന്നോട്ടെ, അതെല്ലാം ഭാഗത്ത് നിൽക്കട്ടെ. നമ്മൾ നോക്കേണ്ട ഭാഗം എന്താ? VS കിട്ടിയിട്ടുള്ള അംഗീകാരം കേരളത്തിൽ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളമാകെ അദ്ദേഹത്തെ നൽകിയ ആദരവ്, അതിനോടൊപ്പം നിൽക്കുന്നത്, അതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അസംബന്ധമായ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതെല്ലാം മാറ്റിവെക്കുക. ഇത്തരം വിവാദങ്ങൾ ഓരോരുത്തരോടും ചോദിക്കാനുള്ള നിങ്ങളുടെ ത്വരയും, ഒത്തിരിയേറെ വിഷയങ്ങൾ ചോദിക്കാനുണ്ട്, അതിലേക്ക് പോകുമ്പോഴായിരിക്കും ഉചിതം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളപ്പോൾ ഓരോന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ ആരോടും ചോദിക്കുന്നതും കാണുന്നില്ല.